നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വൈൽഡ് ലൈഫിൽ പ്രധാനപ്പെട്ട 3 ബിഗ് ക്യാറ്റ്സായ ഏഷ്യാറ്റിക് ലയൺസിനെയും ടൈഗറിനെയും അതുപോലെ ലെപ്പേർഡിനെയും കാണാൻ വേണ്ടി ഗീർ നാഷണൽ പാർക്കിലും രന്തംബൂർ ടൈഗർ റിസർവിലും ഇന്ത്യയിലെ ആദ്യത്തെ ലെപ്പേർഡ് റിസർവായ ജലാന ലെപ്പേർഡ് റിസർവിലും കൂടി നടത്തുന്ന ഒരു വൈൽഡ് ലൈഫ് പാക്കേജിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാഴ്ചകളുമാണ് ഈ വീഡിയോയിലുള്ളത്. നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ സ്ഥലത്തും 4 സഫാരി വീതമാണ്. രന്തംബൂരിൽ കാൻഡർ സഫാരിയും ഗീറിലും ജലാനയിലും ജിപ്സി സഫാരിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സഫാരിക്ക് വേണ്ടിയിട്ട് രന്തംബൂർ ടൈഗർ റിസർവിൻ്റെ ഗേറ്റ് കടന്ന് ടൈഗർ റിസർവിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഈ ഒരു ഗേറ്റും ഈ ഒരു ഏരിയയും വളരെ ഫേമസ് ആണ്. ചില സമയത്ത് ഈ ഗേറ്റിൻ്റെ മുകളിൽ കൂടെ തന്നെ ടൈഗറിൻ്റെയൊക്കെ സൈറ്റിംഗ് കിട്ടാറുണ്ട്. പിന്നെ സുൽത്താന എന്ന പേരുള്ള ഒരു ടൈഗർസ് ചെറിയ കപ്സുമായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ എപ്പോഴും ഉണ്ട് താനും. രന്തംബൂരിൽ സോൺ 3ലും 4ലുമായിട്ടാണ് നമ്മൾ 4 സഫാരി ബുക്ക് ചെയ്തിരിക്കുന്നത്. ജോഗി മഹൽ ഗേറ്റ് കടന്നിട്ടാണ് നമ്മൾ ഈ സോണിനകത്തേക്ക് കയറുന്നത്. സോൺ 3ലാണ് ഫസ്റ്റ് സഫാരി. ഇത്തവണ സഫാരിക്ക് 55 210 എന്ന് പറയുന്ന ചെറിയൊരു ലെൻസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെൻസ് ടെസ്റ്റ് ചെയ്താണ് പ്രാവിൻ്റെ മയിലിൻ്റെയൊക്കെ ഷോട്ട് എടുത്തത്. പഴയ കോട്ടമതിലിനോട് ചേർന്നിട്ട് ആൽമരം കൂടെ ചേർന്നപ്പോൾ അടിപൊളി ഒരു ഗേറ്റാണ് ഇവിടെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ടൈഗറിൻ്റെ ടെറിട്ടറി ഏരിയ തന്നെയാണ്. ആരോ ഹെഡും റിതിയും ഒക്കെ ഈ ഏരിയയിൽ തന്നെയാണ് ടെറിട്ടറി ആക്കിയിരിക്കുന്നത്. കുറച്ച് വേനൽമഴ കിട്ടിയിരിക്കുന്നതുകൊണ്ട് കാടിൻ്റെ പല ഭാഗത്തും നല്ല പച്ചപ്പുണ്ട്. ഒരു ഇന്ത്യൻ പൈഡ് കുക്കുമാണ് ഈ ഇരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇവൻ്റെ ഒരു സൈറ്റിംഗ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും വളരെ റെയറാണ്. അങ്ങനെ കാട്ടിലേക്ക് കയറി അധികം താമസിക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ടൈഗർ സൈറ്റിംഗ് കിട്ടി. T124 റിതി എന്നാണ് ഇവളുടെ വിളിപ്പേര്. കഴിഞ്ഞ മാർച്ചിൽ നമ്മളിവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഈ ടൈഗറിൻ്റെ 3 കുട്ടികളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കുട്ടികളൊക്കെ വളർന്നിട്ട് അതിലൊരു ഫീമെയിൽ കബ്ബ് വേറെ ടെറിട്ടറി രൂപീകരിച്ച് അങ്ങോട്ടേക്ക് മാറി. ഇപ്പോൾ അമ്മയും 2 ആൺമക്കളുമാണ് എപ്പോഴും ഒന്നിച്ച് നടക്കുന്നത്. ഇവന്മാരും ടെറിട്ടറി രൂപീകരിക്കാനുള്ള പ്രായമൊക്കെ ആയെങ്കിലും ഇപ്പോഴും അമ്മയുടെ കൂട്ടത്തിൽ തന്നെയാണ് നടപ്പ്. സഫാരി തുടങ്ങി ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ടൈഗർ സൈറ്റിംഗ് കിട്ടി. അതുകൊണ്ട് കൂട്ടത്തിൽ വന്ന എല്ലാവരും വളരെ ഹാപ്പിയായി. ഇത്രയും നേരം നമ്മുടെ വണ്ടിയുടെ നേരെ വന്നിട്ട് വണ്ടിയുടെ സൈഡിലൂടെ വളരെ ക്ലോസ് ആയിട്ട് നടന്നു മാറി അങ്ങ് പോവുകയാണ്. സഫാരി വണ്ടികളും ആളുകളും ഒക്കെ ഇവർക്ക് കണ്ട് പരിചിതമായതുകൊണ്ടാണ് ഇവരൊട്ടും ഷൈ അല്ലാതെ ഇങ്ങനെ നടക്കുന്നത്. അമ്മക്കടുവകൾ ഇങ്ങനൊരു സ്വഭാവം ഉള്ളവരാണെങ്കിൽ മക്കളും ഏകദേശം ഇതേ സ്വഭാവം തന്നെ ആയിരിക്കും. അമ്മയുടെ കൂട്ടത്തിൽ നടന്നു തന്നെയാണ് ഈ ശീലങ്ങളൊക്കെ മക്കൾക്കും ഉണ്ടാകുന്നത്. റിതി എല്ലാ വണ്ടികളും ക്രോസ് ചെയ്ത് നേരെ നടന്നങ്ങ് പോവുകയാണ്. മക്കൾ എന്തായാലും കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് നമ്മുടെ ഗൈഡ് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ദൂരെ നിന്ന് മക്കളും കൂടെ വന്നു. 2 അഴകൊത്ത ചുണക്കുട്ടന്മാർ. ഇവന്മാർ കണ്ടോ, ഇത്രയും വണ്ടിയൊക്കെ കിടന്നിട്ടും ഒരു കൂസലും ഇല്ലാതാണ് ഈ വണ്ടികളുടെയൊക്കെ ഇടയിൽ കൂടെ നടന്നു വരുന്നത്. ഏകദേശം അഡൾട്ട് ആകാനുള്ള പ്രായമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാണ് നടപ്പ്. സ്വന്തമായിട്ട് ഹണ്ടിങ് ഒക്കെ ഒരുപക്ഷെ തുടങ്ങിയിട്ടുണ്ടാവും. എന്നാലും അമ്മയുടെ സ്നേഹവും വാത്സല്യമൊക്കെ അനുഭവിച്ച് ഇങ്ങനെ കൂടെ നടക്കാൻ ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ മാർച്ചിൽ നമ്മളിവിടെ വന്നപ്പോൾ ഇവർ വളരെ ചെറുതായിരുന്നു. അന്ന് തന്നെ ഒരു കാട്ടുമുയലിൻ്റെ പുറകെ ഇതിലൊരാൾ ഓടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അവർ നടന്നു വന്നിട്ട് ചെറിയ രീതിയിലൊരു ടെറിട്ടറി മാർക്കിംഗ് ഒക്കെ നടത്തിയിട്ട് ഇവരും അമ്മ പോയ ഡയറക്ഷൻ്റെ വേറൊരു സൈഡിലേക്കാണ് പോകുന്നത്. ഒരു സഫാരിയിൽ ഒരേ സമയത്ത് 3 ടൈഗറിനെ ഒന്നിച്ച് കാണുന്ന ആദ്യമായിട്ടല്ല. കഴിഞ്ഞ ജൂലൈയിൽ കബനിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അച്ഛനും അമ്മയും മോളുമായിരുന്നു. എങ്കിൽ ഇത് അമ്മയും 2 ആൺമക്കളുമാണ്. അങ്ങനെ വണ്ടിയുടെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോയിട്ട് ഇവർ രണ്ടുപേരും വേറൊരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്കാണെങ്കിൽ നമുക്ക് വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല, കാരണം അത് സോൺ 2 ആണ്. നമ്മുടെ സഫാരി സോൺ 3ലാണ്. അങ്ങനെ ഇവർ ആ സൈഡിലേക്ക് നടന്നു മാറുന്നത് നോക്കി നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ റിതി പോയ വഴിയിലൂടെയാണ് നമ്മൾ പോയത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലേക്കിൻ്റെ സൈഡിൽ കുറേ പുള്ളിമാനുകൾ നിൽപ്പുണ്ട്. ഇവർ ഇതുവരെ കടുവ വരുന്നതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അങ്ങനെ മാനുകളെയൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് റിതി ഒരു സൈഡിൽ കൂടെ ഇറങ്ങി മാനുകൾ നിൽക്കുന്ന ഡയറക്ഷനിലേക്കാണ് വരുന്നത്. എല്ലാവരും ഒരു ഹണ്ടൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അതിനുള്ള വലിയ താല്പര്യമൊന്നും റിതി കാണിക്കുന്നില്ല. പുല്ലിൻ്റെ സൈഡിൽ കൂടി പമ്മിയൊക്കെ വരുന്നുണ്ടെങ്കിലും മാനുകൾ ആ സമയമായപ്പോഴത്തേക്ക് ടൈഗർ വരുന്നത് ഐഡൻറ്റിഫൈ ചെയ്തു. അവരുടെ കാഴ്ചശക്തിയോ സ്മെല്ലൊക്കെ കൊണ്ട് തന്നെ ഇവരിത് പെട്ടെന്ന് അറിയുകയും ചെയ്യും. അങ്ങനെ ഇര പിടിക്കാൻ തയ്യാറായിട്ട് വരുന്ന കടുവയും ഇരകളായി നിൽക്കുന്ന പുള്ളിമാനുകളെയൊക്കെ പകർത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്ക് പുള്ളിമാനുകൾ കണ്ടിന്യൂസ് ആയിട്ട് അലാം കോളൊക്കെ ഇട്ട് എല്ലാവരും ജാഥയ്ക്ക് പോകുന്ന പോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഓടി വന്നു. ഇവിടെ വന്നപ്പോൾ 2-3 സഫാരി വണ്ടികളൊക്കെ കണ്ടിട്ട് അവർ പെട്ടെന്നൊന്ന് പേടിച്ച് നിന്നെങ്കിലും വരിയായിട്ട് ഓരോരുത്തരായിട്ട് ക്രോസ് ചെയ്ത് ഈ ഏരിയയിൽ നിന്ന് വിട്ടുപോയി.
കടുവകൾ ഇര പിടിക്കുന്നതിൻ്റെ സക്സസ് റേറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പലതവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇര പിടിക്കാനെന്ന രീതിയിൽ കടുവ വന്നെങ്കിലും അവിടെ ഒരാൾ പോലും ഇപ്പോൾ ഇല്ല. എല്ലാവരും കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് ഓടിക്കളഞ്ഞു. ഞാൻ മേളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടെന്നുള്ളൊരു ഭാവത്തിൽ ഒരു ഓലഞ്ഞാലി നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. വെള്ളത്തിലാണെങ്കിൽ പവിഴക്കാലികളും ബ്ലാക്ക് ഹെഡഡ് ഐബിസും ഒക്കെ ഇര പിടിക്കുന്ന തിരക്കിലുമാണ്. സഫാരി വണ്ടികളിൽ നിന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്നുള്ള പരിശോധനയിൽ ഗ്രേ ഫ്രാങ്കോളിൻ 2-3 ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുമുണ്ട്. ഇങ്ങനെ നമ്മൾ ടൈഗറിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഫ്രെയിമിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് ബേഡ്സിൻ്റെ രാവിലെ സമയമായതുകൊണ്ട് തന്നെ ഇവരെല്ലാം നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം കൂടിയാണ്. പുള്ളിമാനുകളെല്ലാം പോയി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പുല്ലിൻ്റെ ഇടയിൽ നിന്ന് 2 കൊമ്പ് പൊങ്ങി വരുന്നത് കാണുന്നത്. മ്ലാവിൻ്റെയാണ്. കടുവയാണെങ്കിൽ ഈ പുല്ലുകൂട്ടത്തിനിടയിലേക്കാണ് വന്നിരിക്കുന്നത്. വേറെ ഒരുപാട് ജീവികളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതേ ഒരു പെയിൻറ്റഡ് സ്ട്രോക്ക് ഇരിക്കുന്നുണ്ടോ. ചുറ്റും കിടക്കുന്നത് 2 മുതലകളാണ്, കാവൽക്കാരെ പോലെ. 2 ഈ കൂട്ടത്തിൽ കുറേ മുതലകൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഒരു കാട്ടിൽ കാണാൻ പറ്റുന്ന ഒട്ടനവധി പക്ഷിമൃഗാദികളെയാണ് നമ്മളിപ്പോൾ ഈ ലേക്കിൻ്റെ ചുറ്റിനും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓടിപ്പോയ പുള്ളിമാനുകളാണെങ്കിൽ ഇപ്പോൾ കുറച്ച് മാറിയിട്ട് എല്ലാവരെയും നോക്കുന്നുണ്ട്. വണ്ടികളും കടുവയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ ഭയന്ന് ഓടിപ്പോയതാണ്. നമ്മൾ കയറിയപ്പം ജോഗി മഹൽ ഗേറ്റ് എന്ന് കണ്ടില്ലേ, ഇതാണ് ജോഗി മഹൽ. പണ്ട് കാലത്ത് മുഗൾ രാജാക്കന്മാർ ഇവിടെ വേട്ടയ്ക്ക് വന്നിരുന്നപ്പോൾ താമസിച്ചിരുന്ന ഒരു ചെറിയ കൊട്ടാരമാണ്. പിന്നീട് അത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് താമസത്തിനൊന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ്. നമ്മളവിടെ നിന്ന് ഒരു റൗണ്ടൊക്കെ അടിച്ച് ആ ലേക്കിൻ്റെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഒരാൾ കിടപ്പുണ്ട്. നമ്മുടെ അവിടെ നിന്ന് പാസ് ചെയ്ത് വന്ന ഒരു ടൈഗറാണ്. ഋതിയാണോ മക്കളിൽ ആരെങ്കിലും ഒരാളാണോ എന്നുള്ളത് നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഗൈഡ് തന്നെ പറഞ്ഞു അത് ഋതി തന്നെയാണെന്ന്. അപ്പോൾ മക്കളും പുറകെ വന്നിട്ട് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിക്കാരും ഇവിടെ വെയിറ്റിംഗ് ആണ്. ഋതിയാണെങ്കിൽ വെള്ളത്തിലിറങ്ങി നല്ല സുഖമായിട്ട് ശരീരം തണുപ്പിച്ച് അങ്ങോട്ട് നോക്കി കിടക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല സൈറ്റിങ് തന്നുകൊണ്ട് ഇനി ഇത്രയൊക്കെ മതി എന്നുള്ളൊരു ഭാവത്തിൽ മുഖവും തിരിച്ചു വെച്ചാണ് കിടപ്പ്. അപ്പോൾ അതെ, ഒരു മൈൻഡും ചെയ്യാതെ മുന്നിൽ കൂടെ ഒരാൾ പാസ് ചെയ്ത് പോകുന്നുണ്ടോ. ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റാണ്, പവിഴക്കാലി. ഇതൊക്കെ കാട്ടിലെ ചില രസകരമായ കാഴ്ചകളാണ്. കടുവയും പുലിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയൊക്കെ ഇത് എൻ്റെയും കൂടെ കാടാണെന്നുള്ള ഭാവത്തിൽ ചില ചെറിയ കിളികളൊക്കെ നടന്നും പറന്നും ഒക്കെ വരും. അതൊക്കെ കാട്ടിലെ ചില രസകരമായ കാഴ്ചകൾ. അങ്ങനെ കുറച്ച് സമയത്തെ വിശ്രമത്തിന് ശേഷം നമ്മുടെ ഋതിക്കടുവ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇനി കരയിലേക്ക് കയറിയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രമാണ് നമുക്കറിയാനുള്ളത്. അതിനുവേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ചെളിയിൽ ഇറങ്ങിക്കിടന്നിട്ട് ശരീരത്തിൻ്റെ ഭംഗിയൊക്കെ കളഞ്ഞിട്ടാണ് ഈ കയറി വരവ്. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചതിൻ്റെ നേരെ വിപരീതമായിട്ട് നേരെ മരത്തിൻ്റെ ആ മറവിൻ്റെ അകത്തേക്കാണ് നടന്നു വന്നത്. അവിടെ വന്നിട്ടാണെങ്കിൽ വീണ്ടും കിടക്കാനുള്ളൊരു ഭാവമാണ്. ഇനി ഇവിടെ നിന്ന് ഉടനെ ഇറങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. ഈ കഥകളൊന്നും അറിയാതെ ആ മരത്തിൻ്റെ മുകളിൽ ഒരു കുളക്കോഴിയുണ്ട്. ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാതെ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്തു. കുറച്ച് പുതിയ പുതിയ ആളുകൾ ഫ്രെയിമിലേക്ക് വരുന്നതല്ലാതെ നമ്മുടെ ഋതി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല. പുല്ലിൻ്റെ ഉള്ളിൽ മുമ്പേ ഒളിഞ്ഞിരുന്ന 2 സാമ്പാർ ഡിയറുകളാണെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവരെ എല്ലാം അവിടെ നിർത്തിയിട്ട് നമ്മൾ വീണ്ടും ആ ലേക്കിൻ്റെ സൈഡിലൂടെയുള്ള റോഡിൽ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുകയാണെങ്കിലും മഴ ചെറുതായിട്ട് പെയ്തുകൊണ്ട് നിലത്ത് മാത്രം ചെറിയ പച്ചപ്പുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് അവിടെ ഒരു ടൈഗറിൻ്റെ സൈറ്റിങ് കിട്ടിയത്. ഇതാണ് ആരോഹെഡ്, ഋതിയുടെ അമ്മ. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ആരോഹെഡ് ജീവനോടെ ഇല്ല. അസ്ഥിയെ ബാധിച്ച ക്യാൻസർ ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുത്തിയിരുന്നു. ജൂൺ 19 രാവിലെ ആരോഹെഡിനെ ജോഗിമഹൽ ഗേറ്റിൻ്റെ സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോഴും അവസാന ദിവസങ്ങൾ അടുത്ത ഒരു ആരോഹെഡിനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. 4 പ്രസവത്തിലായി 11 കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ പ്രസവത്തിലെ ഋതിയും സിതിയും 4ാമത്തെ പ്രസവത്തിലെ 2 ആൺകുട്ടികളും മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നല്ല ടൈഗർ സൈറ്റിംഗ് കിട്ടിയതുകൊണ്ട് കൂട്ടത്തിൽ വന്ന എല്ലാവരും നല്ല ഹാപ്പിയാണ്. നമ്മുടെ ആഫ്റ്റർനൂൺ സഫാരി തുടങ്ങി ഗേറ്റിലെത്തിയപ്പോൾ തന്നെ ഒരു പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ സെമി അഡൽട്ട് മെയിലിനെയാണ് കണ്ടത്. വളരെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നന്നായിട്ട് വിഷ്വൽ എടുക്കാൻ പറ്റി. ആഫ്റ്റർനൂൺ സഫാരി സോൺ 4-ലാണ്. സോൺ 3-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോൺ 4-ന് കുറച്ച് നീളം കൂടുതലാണ്. പോകുന്ന വഴിയിൽ തന്നെ വണ്ടികളെല്ലാം നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി
ടൈഗർ സൈറ്റിങ് കിട്ടിയിട്ടുണ്ടെന്ന്. റോഡിനോട് ചേർന്നിട്ട് ഉള്ള ചെറിയൊരു വെള്ളക്കെട്ടിൽ ദേ ഒരു ടൈഗർ കിടക്കുന്നു. ഇതാണ് T120 ഗണേഷ്. ഗണേഷിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവൻ്റെ 2 കണ്ണിനും 2 കളറാണ്. അവൻ്റെ വലത്തെ കണ്ണിന് ഇൻഫെക്ഷൻ വന്നിട്ട് കണ്ണിന് വേറൊരു കളറാണ്. കാഴ്ചയ്ക്ക് ചെറിയ കുറവുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് 2-3 തവണ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടാണ് കുറച്ച് മെച്ചപ്പെട്ടത്. റോഡിനോട് വളരെ ചേർന്ന് തന്നെയാണ് ഈ കടുവ കിടക്കുന്നത്. വരുന്ന വണ്ടികളൊക്കെ ക്യൂ ആയിട്ട് ഇവിടെ നിന്നിട്ട് കടുവയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജിപ്സികളെല്ലാം സൈഡിൽ ചേർത്തിട്ടിട്ട് ക്യാൻഡറൊക്കെ റോഡിൻ്റെ മറ്റേ സൈഡിൽ നിന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പുറകിലുള്ള വണ്ടികൾ കാണാൻ വേണ്ടി അവിടെ നിന്ന് കുറച്ച് ബഹളമൊക്കെ വെക്കുന്നുമുണ്ട്. കടുവ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വെള്ളത്തിൽ നല്ല സുഖമായിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. സോൺ 4ലുള്ള ഒരു ഡോമിനൻ്റ് മെയിൽ ടൈഗറാണ് ഗണേഷ്. ഇവൻ്റെ ടെറിട്ടറി ഏരിയ ഈ സോൺ 4 ഏകദേശം ഫുള്ളായിട്ടുണ്ടെന്നാണ് ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നത്. കുറേ നേരം കഴിഞ്ഞിട്ട് മെല്ലെ വെള്ളത്തിൽ നിന്ന് അനങ്ങി എഴുന്നേക്കാനുള്ള ചെറിയ പുറപ്പാടൊക്കെ കാണിക്കുന്നുണ്ട്. 2-3 തവണ യാണിങ്ങൊക്കെ ചെയ്തിട്ട് കൈയും മുഖമൊക്കെ നക്കി തുടയ്ക്കാനൊക്കെ തുടങ്ങുന്നുമുണ്ട്. ഇപ്പം വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോൾ നല്ല ആഴമുണ്ടെന്നാണ് ആദ്യം കരുതിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊക്കെ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ ഇവനും കൈയും കാലും ഒക്കെ കുത്തിയിട്ട് നേരെ എഴുന്നേറ്റ് വന്നു. അപ്പോഴാണ് വെള്ളത്തിന് ആഴമില്ലായിരുന്നു, ഇവൻ വെള്ളത്തിൽ നന്നായിട്ട് നിവർന്ന് കിടക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. അങ്ങനെ എഴുന്നേറ്റിട്ട് ആശാൻ നടന്ന് മെല്ലെ കരയിലേക്ക് കയറുകയാണ്. എന്തായാലും ഇത്രയും വണ്ടികൾ കിടക്കുന്നതുകൊണ്ട് റോഡിലേക്ക് കയറാനുള്ള സാധ്യത തീരെ കുറവാണ്. ഓപ്പോസിറ്റ് സൈഡിൽ കയറി കാട്ടിനകത്തേക്ക് കയറി പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ അവനവിടെ നിന്ന് മെല്ലെ നടന്നു തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളെ വണ്ടി നേരെ മുന്നേക്ക് തന്നെ പോയി. സോൺ 4ൻ്റെ അങ്ങേ അറ്റത്ത് ശക്തി എന്ന് പേരുള്ള ഒരു ടൈഗറും 2 ചെറിയ കപ്സും ഉണ്ട്. അവരെ കാണാൻ വേണ്ടിയാണ് നമ്മളീ പോകുന്നത്. ഇപ്പോൾ പോകുന്ന വഴിയിലുള്ള ചില കാഴ്ചകളും കൂടിയാണ് ഇതൊക്കെ. 4 പന്നിക്കുട്ടന്മാർ റോഡിൻ്റെ സൈഡിലുള്ള ചെളിവെള്ളത്തിൽ കിടക്കുകയാണ്. ഒരുത്തൻ അതിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റപ്പം എല്ലാവരും ഞെട്ടി പേടിച്ച് ഒറ്റയോട്ടം. സോൺ 4ൻ്റെ ഒരു വലിയ ലേക്കിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പുള്ളിമാനുകളുടെ കൂട്ടം ഉണ്ടാകും. ഈ കൂട്ടത്തിൽ സാമ്പാർ ഡിയറുകളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്നവരുടെ അത്രയും ഭംഗിയില്ലെങ്കിലും ഇവർ ഇവിടുത്തെ കടുവകളുടെ പ്രധാന ഭക്ഷണത്തിൽപ്പെട്ട ഒരു ആൾ തന്നെയാണ്. ഈ ഏരിയയിൽ സാമ്പാർ ഡിയറും പുള്ളിമാനുകളും ഇല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ടൈഗർ സൈറ്റിങ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. ഇതിൻ്റെ സൈഡിൽ ചെറിയ മുതലകളും വായും പൊളിച്ച് വെയിലും കാഞ്ഞ് കിടപ്പുണ്ട്. ഇവർ കോൾഡ് ബ്ലഡഡ് ആയതുകൊണ്ട് ശരീരം ചൂട് പിടിപ്പിക്കാനാണ് ഇങ്ങനെ വെയിൽ കൊണ്ട് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ സോൺ 4ൻ്റെ ഏറ്റവും എൻഡിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവിടെ വണ്ടിയുടെ ചെറിയൊരു കൂട്ടമുണ്ട്. ടൈഗർ സൈറ്റിങ് കിട്ടിയെന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പായി. മാക്സിമം അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ശക്തി എന്ന് പേരുള്ള ടൈഗർ അങ്ങേ അറ്റത്ത് മാറി കിടക്കുന്നുണ്ട്. ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യാൻ റെഡി ആകുന്നതിന് മുന്നേ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നതാണെങ്കിൽ അകത്തോട്ട് കയറിപ്പോയി. അതുകൊണ്ട് നമുക്ക് അവൻ്റെ വിഷ്വൽസ് കിട്ടിയില്ല. അങ്ങനെ ശക്തിയെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇവിടെ നിന്നും ഗേറ്റിലേക്ക് എത്താൻ ഏകദേശം 3/4 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ആദ്യം വിചാരിച്ചത് ഗ്രേ ഫ്രാങ്കോളിനാണെന്നാണ്. പക്ഷേ ഇവർ കാട്ടിലെ കാടകളാണ്, ജംഗിൾ ബുഷ് കോയിൽ. അങ്ങനെ സഫാരി ഏകദേശം തീർന്ന് നമ്മൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താറായപ്പോഴാണ് റോഡിൻ്റെ സൈഡിൽ ഒരു കീരിയെ കാണുന്നത്. പക്ഷേ അവൻ്റെ നടപ്പിൽ എന്തോ ചെറിയ പ്രത്യേകത തോന്നിയിട്ടാണ് ഞങ്ങൾ നിർത്തിയത്. സംഭവം വേറൊരു കീരിയെ ഇവൻ അറ്റാക്ക് ചെയ്ത് ഓടിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ആദ്യം പിടികിട്ടിയില്ല. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ നേരെ ഒരു മാളത്തിൽ പോയിട്ട് എന്തോ കടിച്ച് വലിക്കുന്നുണ്ട്. കുറേ സമയത്തെ ആഞ്ഞ പരിശ്രമത്തിന് ശേഷം ഇവൻ അതിനകത്തുണ്ടായിരുന്ന സാധനം വലിച്ച് പുറത്തെടുത്തു. സംഭവം ഒരു ചത്ത പാമ്പാണ്. അതിൻ്റെ കുറേ ഭാഗം ആരോ തിന്നിട്ടുണ്ട്. മിക്കവാറും ആദ്യം നമ്മൾ കണ്ട ആ കീരി ഇതിനെ പിടിച്ച് കൊന്നതായിരിക്കാം. അവൻ ആ കീരിയെ ഓടിച്ചിട്ട് ബാക്കി ഭാഗം മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമത്തിലാണ്. കീരിയും പാമ്പ് ശത്രുക്കളാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗൈഡ് പറഞ്ഞത് ടൈഗർ സൈറ്റിംഗ് അല്ല, ഇതാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയതിൽ ഏറ്റവും നല്ല സൈറ്റിംഗ് എന്നാണ്. ചത്ത് കിടക്കുന്ന കടുവയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, മുമ്പേ നമ്മൾ കണ്ട ഗണേഷ് തന്നെയാണ്. കുറച്ചിപ്പുറത്ത് മാറി റോഡിൻ്റെ താഴെയായിട്ട് നല്ല തണുപ്പുള്ള സ്ഥലത്ത് ആശാൻ നല്ല വിശ്രമത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്ന് ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് നോക്കിക്കളയാം എന്ന രീതിയിലൊന്ന് നോക്കി. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കിടന്ന് വീണ്ടും ഉറക്കമാണ്. ശല്യം ചെയ്യുന്ന ഈച്ചകളെയൊക്കെ അവൻ വിരട്ടി ഓടിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്താണ് അവൻ കിടക്കുന്നത്, റോഡിൻ്റെ ഒരുപാട് താഴെ. വണ്ടികളെല്ലാം വന്ന് ഓരോന്നായിട്ട് ട്രെയിനനുസരിച്ചാണ് കണ്ടു മാറുന്നത്. അപ്പോൾ സഫാരി തീരുന്നതിന് മുന്നേ ഗണേശൻ്റെ സൈറ്റിങ് ഒന്നുകൂടെ കിട്ടിയതുകൊണ്ട് എല്ലാവരും കുറച്ചുകൂടെ ഹാപ്പിയായി. അങ്ങനെ ഗണേശനെ പിന്നിലാക്കിയിട്ട് നമ്മൾ മെല്ലെ പുറത്തേക്കിറങ്ങി. രന്തമ്പൂരിലെ 3ാമത്തെ സഫാരി സോൺ 4ലാണ്, മോർണിംഗ് സഫാരി. ഇന്നലെ നമ്മൾ കണ്ട ശക്തിയും കപ്സുമുള്ള ഏരിയയിലേക്ക് തന്നെയാണ് വണ്ടി നേരെ പോകുന്നത്.
അവിടെ ചെന്നപ്പോൾ ശക്തിയുടെ ഒരു കബ്ബിൻ്റെ സൈറ്റിങ് കിട്ടി. അധികം പ്രായമൊന്നും ആയിട്ടില്ല, 3-4 മാസമാണ് ഇതിൻ്റെ പ്രായം. ഒരു കല്ലിൻ്റെ മേളിൽ കിടന്നിട്ട് എഴുന്നേറ്റ് കുറച്ചപ്പുറത്തോട്ട് മാറി അടുത്ത കല്ലിൽ മാറി കിടക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ശക്തിയും കിടക്കുന്നുണ്ട്. 2 കബ്സ് ഉള്ളതിൽ ഇന്നലെ ഇന്നും ഒരു കബ്ബിനെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്. രണ്ടും സെയിം കബ്ബാണോ എന്നറിയില്ല. എങ്കിലും രണ്ടാമത്തെ കബ്ബും ഈ പരിസരത്ത് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ശക്തിയാണെങ്കിൽ കുറച്ചു നേരം നേരെ എഴുന്നിട്ട് പിന്നെ അവിടെ കിടന്നുറക്കമാണ്. കൂടുതലും രാത്രി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന കടുവകൾ പകല് ഇതുപോലുള്ള ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് മാറിക്കിടന്ന് ഉറങ്ങാറാണ് പതിവ്. വെള്ളത്തിൻ്റെ ഭാഗത്തൊക്കെ രാവിലെയും വൈകുന്നേരവും ഒക്കെ വന്ന് വെള്ളം കുടിക്കുകയും വെള്ളത്തിലിറങ്ങി കിടക്കുകയും ഒക്കെ ചെയ്യുന്നതും ഇവരുടെ ഒരു ഹാബിറ്റാണ്. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശക്തിയും കപ്സും ഒന്നും ആ പൊസിഷനിൽ നിന്ന് മാറാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്കുള്ള ഒരു ടോയ്ലറ്റ് കോംപ്ലക്സിൽ നിർത്തി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഓലഞ്ഞാലികൾ. ഇവരെ പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്ര അടുത്ത് കാണാനും നല്ലൊരു ഫോട്ടോ എടുക്കാനും ഒന്നും മാർഗ്ഗമില്ല. ഓലഞ്ഞാലിയുടെ കൂടെ തന്നെ അണ്ണാനും കാക്കയൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ട്. വരുന്നവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കിട്ടുമെന്നുള്ളതാണ് ഇവരുടെ കരുതൽ. അങ്ങനെ വരുന്ന വഴിക്കാണ് ഒരു പൊത്തിൽ കൂട് കൂട്ടിയിരിക്കുന്ന ഒരു തത്തയെ കണ്ടത്. ഒട്ടുമിക്ക എല്ലാ ബേഡ്സിൻ്റെ ബ്രീഡിംഗ് ടൈമാണ് ഈ സമ്മർ സീസൺ. എല്ലാ പക്ഷികളും കൂട് കൂട്ടുന്ന സമയത്ത് മാത്രമാണ് പൊത്തുകളിൽ ഇരിക്കുന്നതെങ്കിൽ മൂങ്ങകൾ മിക്കവാറും എല്ലാ സമയത്തും ഇതുപോലുള്ള മരപ്പൊത്തുകളിലാണ് കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെ 2-ാം ദിവസത്തെ മോർണിംഗ് സഫാരി കഴിഞ്ഞിട്ട് ഈവനിങ് സഫാരിയായി. രന്തംപൂരിലെ അവസാനത്തെ സഫാരിയാണ്. സോൺ 3യിൽ തന്നെയാണ് ആഫ്റ്റർനൂൺ സഫാരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ജോഗി മഹൽ ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ വണ്ടികളെല്ലാം ഇവിടെ തന്നെ ക്യൂ ആണ്. ഋതിയും കപ്സും ഈ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ കടന്നിട്ട് നമ്മളൊന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അങ്ങനെ പോയപ്പോഴാണ് ലേക്കിൻ്റെ അങ്ങേക്കരയിൽ ഒരു ടൈഗറിനെ കണ്ടത്. ആരോ ഹെഡാണ്. കുറച്ച് സമയം എടുത്താണ് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. മരത്തിൻ്റെ അടിയിൽ കിടക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ ടൈഗർ റെസ്റ്റിലായതുകൊണ്ട് നമ്മൾ പതിവ് പോലെ മറ്റ് ബേഡ്സിനെയൊക്കെ പിടിക്കാൻ വേണ്ടി പോയി. വെള്ളത്തിലിറങ്ങി ഇര പിടിക്കുന്ന ഏഷ്യൻ ഓപ്പൺ ബില്ലും പെയിൻറ്റഡ് സ്ട്രോക്കൊക്കെ ഇവിടെയുണ്ട്. ഈ പറന്നു വന്നത് റെഡ് ഹെഡഡ് വൾച്ചറാണ് കേട്ടോ. ഇവരെ ഇങ്ങനെ പറന്ന് കിട്ടുന്നത് അപൂർവമാണ്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ടൈഗർ അവിടെ നിന്ന് എഴുന്നേറ്റ് പുല്ലിൻ്റെ ഇടയിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ റൗണ്ട് അടിച്ച് അവിടെ ചെന്നപ്പോൾ സംഭവം എന്താ ഇതാണ്. ഒരു മുതലയെ അറ്റാക്ക് ചെയ്ത് കൊന്ന് വിട്ടിട്ടുണ്ട്. ആരോ ഹെഡാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുമില്ല. പക്ഷെ നമ്മളിവിടെ കുറേ നേരം സെർച്ച് ചെയ്തിട്ടും ഈ കില്ല് മാത്രമേ കാണുന്നുള്ളൂ. ഈ ഭാഗത്ത് എവിടെയും ടൈഗറിൻ്റെ പ്രസൻസ് ഒന്നും കാണാൻ പറ്റിയില്ല. പുല്ലിൻ്റെ ഇടയിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കൽ വളരെ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സഫാരി തുടർന്നു. പെട്ടെന്നാണ് ഒരു മരച്ചോട്ടിലൊരു അനക്കം കണ്ടത്. ഒരു കാട്ടുമുയലിൻ്റെ അധികം വളർച്ചയെത്താത്ത ഒരു കുട്ടിയാണ്. ഉണങ്ങിയ പുല്ലിൻ്റെയും കമ്പിൻ്റെയൊക്കെ കളർ തന്നെ ആയതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കൽ ഭയങ്കര പാടാണ്. ഇങ്ങനെയാണ് ഇവർ ഇരവെടിയന്മാരിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. നമ്മൾ വീണ്ടും ടൈഗർ പ്രസൻസ് ഉള്ള സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേ അടിപൊളിയൊരു ടൈഗർ സൈറ്റിംഗ് ആണ് കിട്ടിയത്. ഋതിയുടെ ഒരു മെയിൽ കബ്ബാണിത്. ഫ്രണ്ടിൽ 2-3 വണ്ടികൾ ഉണ്ടായിരുന്നുകൊണ്ടും വണ്ടിയിലൊക്കെ നിറച്ച് കുലുക്കായിരുന്നുകൊണ്ടും കുറച്ച് ഷെയ്ക്കുള്ള വിഷ്വലാണ് കിട്ടിയത്. ഇവിടെ 2 സൈഡിലും വണ്ടി ആയിരുന്നുകൊണ്ട് ഇവൻ കുറച്ച് നേരം അതിലെ നടന്നിട്ട് കുറച്ച് കാടിൻ്റെ അകത്തേക്ക് കയറി കിടന്നു. അങ്ങനെ ഓരോരുത്തർ ഊഴം കാത്ത് നമ്മുടെ ഊഴം വന്നപ്പോഴാണ് ഇവനെ ഇത്ര അടുത്ത് കിട്ടിയത്. ഒരു ചെറിയൊരു വഴി പോലുള്ള സ്ഥലത്ത് സൈലൻ്റായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും നടന്നു പോകാനൊരു ഗ്യാപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇവൻ ആ വഴി കൂടെ തന്നെ നടന്ന് കുറേ നേരം സൈറ്റിങ് കിട്ടിയാണ്. രാവിലത്തെ സഫാരി കഴിയാനായ സമയത്ത് ഋതി സോൺ 3യിൽ നിന്ന് സോൺ 4ൻ്റെ എൻട്രൻസിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ ഫോളോ ചെയ്തിട്ടാണ് ഈ 2 മക്കളും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. ഈ കബ്ബല്ലാതെ മറ്റേ കബ്ബിനെ നമ്മൾ കുറച്ച് മാറിയിട്ട് ഒരിടത്ത് കാണുന്നുണ്ടായി. 2 പേരും അമ്മ പോയ വഴി മനസ്സിലാക്കിയിട്ട് ആ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ പമ്മിത്തിരിഞ്ഞൊക്കെ കളിച്ചിട്ട് ഇവൻ വീണ്ടും അപ്പുറത്തോട്ട് തിരിഞ്ഞ് പോകാനുള്ളൊരു ഒരുക്കത്തിലായിരുന്നു. നമ്മളാണെങ്കിൽ ഇവനെ വിട്ടിട്ട് 2ാമത്തെ കബ്ബ് പോയ വഴിയിലേക്ക് പോയി. അപ്പോൾ ആ സൈഡിൽ കൂടെ പാസ് ചെയ്ത് ലേക്കിൻ്റെ സൈഡിലൂടെ പോകുന്ന ചെറിയൊരു വിഷ്വൽ കാണാൻ പറ്റി. സഫാരിയുടെ സമയം കഴിഞ്ഞുകൊണ്ട് പിന്നെ അധികം സമയം വെയിറ്റ് ചെയ്യാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ രന്തംപൂര സഫാരിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈഗർ സൈറ്റിംഗ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ രന്തംപൂരിനോട് വിട പറയുകയാണ്. ഇവിടെ നമ്മൾ താമസിച്ചത് രജപുത്ന ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. ഇവിടെ ആണെങ്കിൽ കംപ്ലീറ്റ് ടൈഗറിൻ്റെ ഫോട്ടോസ് വെച്ചാണ് അലങ്കരിച്ചിരിക്കുന്നത്. ട്രഡീഷണലായിട്ടുള്ള രാജസ്ഥാനി രീതിയിലുള്ള ജനലും വാതിലും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു താമസ സ്ഥലം. ഫുഡ് കഴിക്കാനാണെങ്കിൽ ഒരു അടിപൊളി ഫുഡ് കോർട്ടും ഉണ്ട്. സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും എല്ലാവിധ വിഭവങ്ങളും കിട്ടുന്ന ഒരു വെജിറ്റേറിയൻ ഫുഡ് കോർട്ട്. ടോട്ടൽ നമ്മൾ 12 സഫാരി ചെയ്യുന്നതുകൊണ്ട് ഒറ്റ വീഡിയോയിൽ എല്ലാ കാഴ്ചകളും കൂടെ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ജലാന ലെപ്പേർഡ് റിസർവിലെയും ഗീർ നാഷണൽ പാർക്കിലെയും കാഴ്ചകളും അതുപോലെ ഈ പാക്കേജിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും
ഇതിൽ പങ്കെടുത്തവരുടെ റിവ്യൂവും എല്ലാം ചേർത്തിട്ട് അടുത്ത ഭാഗം ഉടനെ ഉണ്ടാവും.